എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് ലോകത്തിൻ്റെ വെളിച്ചം ആരെന്ന് ഈ വചനത്തിലൂടെ ശ്രവിക്കാം. യോഹന്നാൻ 8:12. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു. ഈ വാക്യം യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒരു പ്രഭാഷണത്തിൻ്റെ ഭാഗമാണ്. അവിടെ കൂടാരപ്പെരുന്നാളിൽ യേശു ദേവാലയത്തിൽ പഠിപ്പിക്കുന്നു. ഈ പ്രത്യേക വാക്യം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ സംഭവത്തിൽ പിന്തുടരുകയും ആത്മീയ പ്രകാശത്തിൻ്റെയും മാർഗനിർദ്ദേശത്തിൻ്റെയും ഉറവിടമെന്ന നിലയിൽ യേശുവിൻ്റെ പങ്കിനെ ഊന്നിപ്പറയുകയും ചെയ്യുന്നു. പുരുഷാരം അവനെ അനുഗമിച്ചു കൊണ്ടിരുന്നു. യേശു അവരെ നോക്കി തൻ്റെ മിശിഹാത്വത്തെക്കുറിച്ചും ഏറ്റവും പ്രധാനമായ ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. സ്വാഭാവികമായി പറഞ്ഞാൽ ലോകം പാപത്തിൻ്റെ അന്ധതയിലും അജ്ഞതയിലും ലക്ഷ്യമില്ലായ്മയിലും തപ്പിത്തടയുകയാണ്. ലോകത്തിൻ്റെ വെളിച്ചമാണ് യേശു. അവനെ കൂടാതെ പാപത്തിൻ്റെ ഇരുട്ടിൽ നിന്നും രക്ഷപ്പെടുക അസാധ്യമാണ്. അവനെ കൂടാതെ ജീവിതത്തിന് ഒരു നടത്തിപ്പും ഉണ്ടാവുകയില്ല. ജീവിത യാഥാർത്ഥ്യത്തിനും നിത്യതയ്ക്കും വാസ്തവമായ ഒരർത്ഥം കണ്ടെത്തുവാൻ ക്രിസ്തുവിലല്ലാതെ മറ്റു വേറെ നിർവാഹമില്ല. യേശുവിനെ അനുഗമിക്കുന്ന ഏവനും ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവരാകും എന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. യേശുവിനെ അനുഗമിക്കുക എന്ന് വച്ചാൽ അവനിൽ വിശ്വസിക്കുക എന്നർത്ഥം. വീണ്ടും ജനനം പ്രാപിക്കാതെ യേശു ജീവിച്ച ജീവിതം നയിക്കാൻ സാധിക്കുമെന്ന് തെറ്റിദ്ധരിക്കുന്ന പലരുമുണ്ട്. യേശുവിനെ അനുഗമിക്കുക എന്ന് വച്ചാൽ മാനസാന്തരത്തോടെ അവൻ്റെ അടുക്കൽ വന്ന് പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് അവനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് നമ്മുടെ ജീവിതം മുഴുവൻ കർത്താവിനു വേണ്ടി സമർപ്പിക്കുക എന്നാണ് അർത്ഥം. അങ്ങനെ ചെയ്യുന്ന ഏവനും ജീവിതത്തിന് നടത്തിപ്പും നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശയുമുണ്ട്. ക്രിസ്തുവുമായുള്ള ആഴത്തിലുള്ള ബന്ധം നാം സജീവമായി അന്വേഷിക്കുകയും ജീവിതത്തെയും സത്യത്തെയും കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തെ പ്രകാശിപ്പിക്കുകയും വേണം. ആ ഇരുണ്ട പ്രദേശങ്ങളിൽ പരിവർത്തനം കൊണ്ടുവരുവാൻ അവൻ്റെ വെളിച്ചം തേടിയുള്ള നമ്മുടെ നടത്തത്തെ കുറിച്ചുള്ള ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ യേശുവിനെ അനുഗമിപ്പാൻ പ്രതിജ്ഞാബദ്ധതയോടെ അച്ചടക്കം സ്വീകരിക്കുക. അവൻ്റെ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പ്രതിഫലിപ്പിക്കുക. അവനിൽ വിശ്വസിച്ച് ഉറപ്പോടെ നാം ജീവിക്കണം. സ്നേഹപിതാവേ, പാപത്തിൻ്റെയും അജ്ഞതയുടെയും അന്ധകാരത്തിൽ നിന്ന് മോചിതരായി യേശുവിനെ അനുഗമിക്കാനും വെളിച്ചത്തിൽ ജീവിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.